ബീഹാറിന് പിന്നാലെ കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ അന്തിമ പ്രഖ്യാപനം നടത്തും. SIR നടപ്പാക്കും മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും വിളിക്കും. വിവരങ്ങളുമായി ചേരുന്നത് പ്രജിത് മോഹനനാണ്. പ്രജിത്ത്, ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് കേട്ടപ്പോൾ തന്നെ കേരളത്തിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ഒരു പരിഷ്കരണം വേണം, എന്നാൽ മാത്രമേ പല കള്ളത്തരങ്ങളും പുറത്ത് വരികയുള്ളൂ എന്ന്. എന്തായാലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുന്നു. ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്തും ഈ രീതിയിലുള്ള ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം. തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ സമയത്ത് ചെറിയ രീതിയിലുള്ള പരിഷ്കരണങ്ങളൊക്കെ നടക്കുമെങ്കിൽ സമഗ്രവും വ്യാപകവുമായി കൃത്യമായി പൂർണ്ണമായും ഒരു പരിഷ്കരണം എന്ന രീതിയിലേക്ക് ഇത് ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ഈ ബീഹാറിൽ SIR നടപ്പിലാക്കുന്നതിനുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ കേരളത്തിലും അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഒരു അന്തിമ അനുമതി നൽകുന്നതോടെ സംസ്ഥാനത്തെ SIRന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതിന്റെ പ്രാഥമിക മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. പക്ഷേ അന്തിമ അനുമതി നൽകേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയാൽ ഉടൻ കേരളത്തിൽ SIRന്റെ നടപടികൾ പ്രഖ്യാപിക്കും. അതിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളിലേക്ക് പോകും. അതോടെ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അനധികൃതമായി കടന്നുകൂടിയ ആളുകൾ, പ്രത്യേകിച്ച് മരണപ്പെട്ടവർ അല്ലെങ്കിൽ സ്ഥിരതാമസക്കാരല്ലാത്തവർ തുടങ്ങിയിട്ടുള്ള മറ്റ് ക്രമക്കേടുകളോ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൃത്തങ്ങൾ, സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് ഒക്ടോബറോടെയെങ്കിലും ഇറങ്ങണം എന്നുള്ളതാണ് നിലവിലത്തെ ഒരു സാഹചര്യം. കാരണം കേരളത്തിൽ 2026 മെയ് മാസത്തിനുള്ളിൽ, മെയ് പകുതിക്കുള്ളിലെങ്കിലും പുതിയ സർക്കാർ അധികാരത്തിലേറേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മെയ്യിൽ സർക്കാർ അധികാരത്തിലേറണമെങ്കിൽ ഏപ്രിലിന്റെ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഇനി ബാക്കിയുള്ളത് ഏതാണ്ട് 8 മാസങ്ങൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഒക്ടോബറിനുള്ളിൽ ഒരു ഉത്തരവ് ഇറങ്ങിയെങ്കിൽ മാത്രമേ 6 മാസം നീളുന്ന വലിയ നടപടിക്രമങ്ങളുള്ള, വലിയ പ്രോസസ്സുകളുള്ള ഈ SIR എന്ന് പറയുന്ന ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ സമയബന്ധിതമായി. അപ്പോൾ ഒക്ടോബറോടെയെങ്കിലും ഇത് സംബന്ധിച്ച അന്തിമ ഉത്തരവ് പുറത്തിറങ്ങും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗവും ഈ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർക്കുന്നുണ്ടാകും. പ്രജിത്ത്, ഈ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് വന്നപ്പോൾ തന്നെ അന്ന് ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെയാണ് പുറത്തു വന്നത്. എന്തായാലും കേരളത്തിൽ അത്തരത്തിലൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഇവിടെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ വല്ലാത്ത ഒരു നടുക്കത്തിലേക്കൊക്കെ പോകുമെന്ന് തോന്നുന്നു. മുൻപാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രേതങ്ങൾ വന്ന് വോട്ട് ചെയ്യുന്ന നാടാണ് നമ്മുടേതെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ക്രമക്കേടുകൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കള്ളവോട്ടുകൾ കാരണം ഇപ്പോൾ മുൻ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം നിയമപരമായി ഏതാണ്ട് തെളിയിക്കുന്നതിൻ്റെ അവിടത്തേക്ക് എത്തിയതാണ്. 80-ഓളം കള്ളവോട്ടുകൾ അദ്ദേഹം കോടതിയിൽ തെളിയിക്കുന്ന സാഹചര്യവുമായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചാൽ മരണപ്പെട്ടതോടെ അദ്ദേഹം ആ കേസിൽ നിന്ന് പിന്മാറിയതാണ്. പക്ഷേ K. സുരേന്ദ്രൻ്റെ പരാജയം അന്നുണ്ടായത് കൃത്യമായി കള്ളവോട്ടിലൂടെയാണ് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു വിഷയവുമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കേരളത്തിലെ ഈ പറയുന്ന രീതിയിലുള്ള ക്രമക്കേടുകൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ അട്ടിമറികൾക്ക് പോലും കാരണമാകുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ സമാനമായ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് കാലാകാലങ്ങളായി എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പ് കേരളത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അപ്പോഴും സുപ്രീം കോടതിയുടെ ഒരു അനുമതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആധാർ അടക്കമുള്ള രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സുപ്രീം കോടതി അനുമതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല വിധത്തിലുള്ള വിവാദങ്ങൾ കേരളത്തിലും തലപൊക്കിയതാണ്. ഇതിനിടയിലാണ് കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനം നടപ്പിലായാൽ ആരൊക്കെയാകും ഇനി പ്രതിരോധത്തിലേക്ക് പോവുക, പല വിധത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു വേദിയായി കേരളം മാറുമോ എല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. പ്രജിത് മോഹനനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.